ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 3ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിന് നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് കോളത്തിൽ ശരി അടയാളപ്പെടുത്തണം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്യണം. സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്യണം. എപ്പോഴാണ്? സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരമായ 4 അക്ഷരമുണ്ട്, അതിലേതെങ്കിലും ഒന്ന് വരണം. മീമ്, നൂന്, വാവ്, യാ, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ഇദ്ഗാമും ബിഉന്ന ചെയ്യണം. അപ്പോൾ അത് തൻവീനിന് ശേഷം ആ അക്ഷരങ്ങൾ വന്നാലും ഇദ്ഗാം ബിഉന്ന ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്കിവിടെ നൂനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ നൂന് വന്നത് അന്നഫ്സിൻ എന്നത് ടിക്ക് ചെയ്യാം. ഇവിടെ നൂനിന് ശേഷം സീനാണ്, അത് ഇഖ്ഫ ആണ്. നൂനിന് ശേഷം ദാൽ വന്ന് അതും ഇഖ്ഫ ആണ്, മനസ്സിലാക്കുക. പിന്നെന്താണ്? തൻവീനിനെ വെളിവാക്കി ഓതണം. തൻവീനിനെ വെളിവാക്കി ഓതേണ്ടത് തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകൾ ഏതെങ്കിലും ഒന്ന് വന്നാലാണ്. ഇവിടെ ഇൽഹാറിൻ്റെ ഹർഫുകളിൽ 6 എണ്ണത്തിൽ നിന്ന് ഹ വന്നിട്ടുണ്ട്. ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ തൻവീനിന് ശേഷവും നൂനിന് ശേഷവും ഏതെങ്കിലും ഒന്ന് വന്നാൽ വെളിവാക്കി ഓതലാണ്. അപ്പോൾ അവിടെ ഇൽഹാർ വന്ന് മനസ്സിലാക്കുക. ഇവിടെ തൻവീനിന് ശേഷം വാവ് ഇദ്ഗാമും ബിഉന്ന, തൻവീനിന് ശേഷം ഫാ, ഇഖ്ഫാ, മനസ്സിലാക്കുക. പിന്നെന്താണ്? മീമിനെ മണിച്ച് ഓതിയതിന് ഉദാഹരണം. മീമിനെ മണിച്ച് ഓതേണ്ട എപ്പോഴാണ്? ഷദ്ദുള്ളപ്പോഴാണ്. അതിൽ ഷദ്ദ് വരുമ്പം മീമിനെ മണിച്ച് ഓതണം. അപ്പോൾ ഷദ്ദുള്ള മീമുള്ളത് തുസമ്മ എന്ന ഇവിടെ വന്നിട്ടുണ്ട്, അത് ടിക്ക് ചെയ്യാം. ഇവിടെ ഒന്നും ഷദ്ദുള്ള മീമില്ല. ഇവിടെ ഷദ്ദില്ലാത്ത മീമ്, ഇവിടെയും ഷദ്ദില്ലാത്ത മീമ്, സുക്കൂനുള്ള മീമ്. അപ്പോൾ ഇവിടെ ഷദ്ദുള്ള മീമ് ഇവിടെയാണ് വന്നത്. അപ്പോൾ അതിനെ മണിച്ചോദണം. ഇതുപോലെ ഷദ്ദുള്ള നൂനിനെയും മണിച്ചോദിയന് ഉദാഹരണം വന്നാൽ നമുക്ക് ഓപ്ഷനിൽ ഷദ്ദുള്ള നൂന് വന്നത് നോക്കി ടിക്ക് ചെയ്യണം, മനസ്സിലാക്കുക. അടുത്തതാ, സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. നേരത്തെ വെളിവാക്കി ഓതണം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെയാണ് ഇൽഹാർ ചെയ്യുന്നത്. നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ എന്താ ഹ വന്നിട്ടുണ്ട്. വമിൻ ഹൈസു, നൂനിന് ശേഷം ഹ വന്നു. സാക്കിനായ നൂന് മനസ്സിലാക്കട്ടാ. സുക്കൂനുള്ള നൂന്, സാക്കിനായ നൂന് രണ്ടും ഒന്നാണ്, മനസ്സിലാക്കിയാൽ മതി. അടുത്തതാ, ഒരു മുസ്ലിം ദിവസവും സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധം. എത്ര തവണയാണ്? 17 തവണ. നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 17 തവണയാണ് ഒരു മുസ്ലിം ദിവസവും ഫാത്തിഹ ഓതൽ നിർബന്ധം. അടുത്തതാ, ഖുർആൻ ഹത്തം ചെയ്താൽ എന്താണ്? ദുആ ചെയ്യണം. ഹത്തം ചെയ്താൽ ദുആ ചെയ്യണം. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. അദബുകളാണെന്ത്? മിസ്വാക്ക് ചെയ്യൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയെന്താ? നഅ്ബുദു എന്ന് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം. നഅ്ബുദു എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 4 അക്ഷരങ്ങളാണ്. അപ്പോൾ ഖുർആൻ പാരായണത്തിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലം എന്നാണ്. അപ്പോൾ 4 ഹർഫ്, 4 അക്ഷരങ്ങൾ പാരായണം ചെയ്താൽ 40 പ്രതിഫലം. 40 പ്രതിഫലം. അപ്പോൾ അതവിടെ ടിക്ക് ചെയ്യാം. ഇതുപോലെ 3 അക്ഷരം ഉള്ളത് 30, 5 അക്ഷരം ഉള്ളത് 50. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി എന്താ? ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരങ്ങളാണ്. ഏതാണ് ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരങ്ങൾ? ഇദ്ഗാമും ബിഉന്നക്ക് 4 അക്ഷരങ്ങളാണ്. യൂമിൻ, യൂമിൻ, മനസ്സിലാക്കുക. യാ, വാവ്, മീമ്, നൂന്. ഇതാണ് ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരം. ഇത് ഇൽഹാറിൻ്റെ അക്ഷരം, ഇത് ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ. ഇതുപോലെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇനി സാക്കിനായ നൂനിന് ശേഷം ഈ അക്ഷരം വന്നാൽ നൂനിനെ ഇൽഹാർ ചെയ്യണം. നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം ഇവിടെ ഹ അല്ലേ. അപ്പോൾ അത് അക്ഷരങ്ങൾ മനസ്സിലാക്കി വെച്ചാലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ, മനസ്സിലാക്കുക. നൂനിനെ ഇൽഹാർ ചെയ്യണമെങ്കിൽ നൂനിന് ശേഷം ഹ വരണം, ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വരണം. അപ്പോൾ ഇതുപോലെ ഹംസ, ഹ, ഐന്, ഐന്, ഹ ഏതും വരാം, മനസ്സിലാക്കുക. ഇനി മീമാക്കി മണിച്ച് ഓതുക എന്നാണ് അർത്ഥം. മീമാക്കി മണിച്ച് ഓതേണ്ടത് ഏതാണ്?
നൂനിനെയും തൻവീനെയും മീമാക്കി മണിച്ചോതേണ്ടത് ഇക്ലാബാണ്. ഇക്ലാബ്. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ബാ വന്നാൽ ആ നൂനിനെയും തൻവീനെയും മീമാക്കി മണിച്ചോദണം. ഇഖ്ഫാ മറച്ചു മണിക്കലാണ്, ഇൽഹാർ വെളിവാക്കലാണ്. അതൊക്കെ ഇതുപോലെ ചോദ്യം വരും. വെളിവാക്കേണ്ടത് ഏത്? ഇൽഹാർ. മറച്ചു മണിക്കേണ്ടത് ഏത്? ഇഖ്ഫാ. ഇതാംബ്യുന്ന ഉന്നത്ത്, ഇതാവും ബിലാ ഉന്നത്ത് കൂടാതെ. ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തു. അതായത് നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നത് നമ്മളിവിടെ നോക്കണം. നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം ഐന്. ഐന് വന്നത് മിൻ ഇസ്ലീൻ. അപ്പം അതിൻ്റെ സി എഴുതാ. അടുത്തതാ സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബ്യൂന്ന ചെയ്തു. ഇദ്ഗാം ബ്യൂന്നയുടെ അക്ഷരം വേണം നൂനിന് ശേഷം. അപ്പോൾ അതാ വാവ് വന്നു. മിംവറഇഹി നൂനിന് ശേഷം വാവ്, അത് ഇദ്ഗാം ബ്യൂന്നയുടെ അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതി കൊടുക്കുക. ഇനി ഷദ്ദുള്ള നൂനിനെ മണിച്ചോതി. ഷദ്ദുള്ള നൂന് വന്നത് എവിടെയാണ് നോക്കുക. ഷദ്ദുള്ള നൂന് വന്നത് ഇതാ ഇന്ന കുന്ന. ഷദ്ദുള്ള നൂന് വന്നിട്ടുണ്ട് അതിൽ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കതിൽ ബി എഴുതി കൊടുക്കുക. അതിൻ്റെ അടുത്തത് തൻവീനിനെ ഇൽഹാർ ചെയ്ത്. തൻവീനിനെ ഇൽഹാർ അതാ വനൂഹൻ ഹദൈന. തൻവീന് ശേഷം ഹാ വന്നിട്ടുണ്ട്, ഇൽഹാറിൻ്റെ അക്ഷരമായ ഹാ. അപ്പോൾ അതിൻ്റെ ഈ എഴുതി കൊടുക്കുക. ഇനി ഷദ്ദുള്ള മീമിനെ മണിച്ചോതി. ഷദ്ദുള്ള മീമിനെ മണിച്ചോതി ഹബിലും മിമ്മസദ്. മീമ് ഷദ്ദുള്ള മീമ് വന്നത്. അപ്പോൾ അതിൻ്റെ എ നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിൽ ഇത് മാറും, ഉദാഹരണങ്ങൾ മാറും, പക്ഷേ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ വരിക. അപ്പോൾ ഷദ്ദുള്ള നൂനിന് പകരം ഷദ്ദുള്ള മീമ്, ഷദ്ദുള്ള മീമിന് പകരം ഷദ്ദുള്ള നൂന്, പിന്നെ സാക്കിനായ നൂനിന് പകരം തൻവീന്. അങ്ങനെയൊക്കെ തൻവീനെ ഇൽഹാർ ചെയ്യുക, തൻവീനിനെ ഇക്ലാബ് ചെയ്യുക, തൻവീനിനെ ഇദ്ഗാം ബ്യൂന്ന ചെയ്യുക എന്നൊക്കെ ചോദ്യം അങ്ങനെ മാറി വരും, മനസ്സിലാക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. പരിശുദ്ധ മക്കയിലെ ജബലു ഡാഷിലാണ് ഹിറാ ഗുഹയുള്ളത്. എവിടെയാണ്? ജബലുന്നൂരിലെ. ജബലുന്നൂരിലാണ്. പരിശുദ്ധ മക്കയിലെ ജബലുന്നൂരിലാണ് ഹിറാ ഗുഹയുള്ളത്. അപ്പോൾ ജബലുന്നൂർ എഴുതി കൊടുക്കാം. അടുത്തതാ ഖുർആൻ ഭക്തിയോടെ ഡാഷ് ഓതണം. എന്താണ്? ഭക്തിയോടെ സാവധാനം ഓതണം. അദബുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചതാണ്. അടുത്തതാ സൂറത്തുൽ ഫാത്തിഹക്ക് ഡാഷ് ഖുർആൻ എന്ന് പേരുണ്ട്. എന്താണ്? ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട്. ഉമ്മുൽ ഖുർആൻ. ഷദ്ദുള്ള നൂനിനെ എന്താണ്? മണിച്ചു ഓതണം. ഷദ്ദുള്ള നൂനിനെ മണിച്ചു ഓതണം. ഇതുപോലെ ഷദ്ദുള്ള മീമിനെ മണിച്ചു ഓതണം വരാം, മനസ്സിലാക്കുക. പിന്നെന്താണ്? കുല്ലൻ ഹദൈന. കുല്ലൻ ഹദൈന എന്നതിലെ ഡാഷിനെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്ത് ഓതണം. ഏതിനെയാണ് ഇൽഹാർ ചെയ്യേണ്ടത്? തൻവീനിനെ. തൻവീനിനെ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ തൻവീന് എന്നൊക്കെ നമുക്ക് ചോദ്യപേപ്പറിൽ വന്നതുണ്ടാവും. തൻവീന്, നൂന്, ഉന്നത്ത്, സാക്കിനായ നൂന്, സുക്കൂനുള്ള നൂന് എന്നൊക്കെ വന്നത് മനസ്സിലാക്കി എഴുതട്ടാ. ചോദ്യത്തിൽ നിന്ന് തന്നെ നോക്കിയിട്ട് തെറ്റില്ലാതെ എഴുതി പഠിക്കുക. പിന്നെന്താണ്? തെറ്റില്ലാതെ എഴുതി കൊടുക്കുക. അടുത്തത് എന്താണ്? ഇതുപോലെ നമുക്ക് ഒരു അക്ഷരം മാറിത്തരാം, പക്ഷേ ഇവിടുത്തെ അക്ഷരമല്ല, ഇവിടെ തൻവീനിനെയാണ് നമ്മൾ വെളിവാക്കേണ്ടത്, ഇൽഹാർ ചെയ്യേണ്ടത്. അതുപോലെ നൂനിന് ശേഷം ഹ വന്നതാണെങ്കിൽ ആ നൂനിനെയാണ് വെളിവാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി എന്താണ്? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സുക്കൂനുള്ള നൂനിനും തൻവീനിനും എത്ര നിയമങ്ങളുണ്ട്? സുക്കൂനുള്ള നൂനിനും തൻവീനിനും 5 നിയമങ്ങളുണ്ട്. 5 നിയമങ്ങൾ. ഇൽഹാർ, ഇദ്ഗാം ബ്യൂന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ഫാ, ഇക്ലാബ്. ഇങ്ങനെ 5 നിയമങ്ങളുണ്ട്. ഇൻ ഹുവ. ഇൻ ഹുവ എന്നതിലെ നൂനിൻ്റെ വിധി. ഇൻ ഹുവ എന്നത് നൂന് ശേഷം ഹ. അപ്പോൾ എന്താണ്? ഇൽഹാറാണ്. നൂനിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ ഇൽഹാറാണ്. ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര? ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 6 ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങളും. അംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. അതാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. അടുത്തത് സൗജൻ ഓയിറഹു എന്നതിലെ തൻവീനിൻ്റെ വിധി.
തൻവീനിൻ്റെ വിധി തൻവീനിൻ്റെ വിധി ഇൽഹാറാണ്. തൻവീന് ശേഷം ഐന് വന്നു, ഇൽഹാർ ചെയ്യണം. അപ്പോൾ അവിടെ ഇൽഹാർ എന്ന് തൻവീനിൻ്റെ വിധി. ഇനി അടുത്തതാ, സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ നൂനിൻ്റെ വിധി. ഇവിടെ സാക്കിനായ നൂന്, സുക്കൂനുള്ള നൂന് രണ്ടും ഒന്നാണ്. മനസ്സിലാക്കുക. സാക്കിനായ നൂന് എന്ന് പറഞ്ഞാലും സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ചോദ്യം വേറെയാണെന്ന് കരുതണ്ട. അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ എന്നതും സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ എന്നാലും നൂനിൻ്റെ വിധി എന്താണ്? യാ ഏതിൻ്റെ അക്ഷരമാണ്? ഇദ്ഗാമുൻ ബിഉന്നയുടെ അക്ഷരമാണ്. അപ്പോൾ ഇവിടെ ഇദ്ഗാമുൻ ബിഉന്ന എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഉണ്ട് ഇദ്ഗാം ബിഉന്ന, അതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ നോക്കി എഴുതാം. അതുപോലെ എവിടെയെങ്കിലും ഉണ്ടാവും ആ ചോദ്യപേപ്പറിൽ ഇദ്ഗാം ബിഉന്ന, ഇൽഹാർ, തൻവീന്, മണിച്ചോദ എന്നൊക്കെ, വെളിവാക്കുക എന്നൊക്കെ അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നൂനിൻ്റെ വിധി ഇദ്ഗാം ബിഉന്നയാണ്. അപ്പോൾ ഇവിടെ യാ വന്നു, അതുപോലെ നമുക്ക് മീമ് തന്ന്, അപ്പോൾ ഇവിടെ നൂനിൻ്റെ വിധി എന്താണ്? അതും ഇദ്ഗാം ബിഉന്നയാണ്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തതിന് ഒറ്റവാചകത്തിൽ എത്ര എഴുതാനാണ്? സാക്കിനായ നൂനിനെ ഇദ്ഗാമുൻ ബിഉന്ന ചെയ്യണം എപ്പോൾ? സാക്കിനായ നൂനിനെ ഇദ്ഗാമുൻ ബിഉന്ന ചെയ്യേണ്ടത് എപ്പോഴാണ്? സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമുൻ ബിഉന്നയുടെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യാ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം. നൂനിനെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യാ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെ, സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം. ഇതുപോലെ തൻവീനിൻ്റെയും വരാം. സാക്കിനായ നൂനിന് പകരം എന്നുള്ളത് തൻവീനിനെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം എപ്പോൾ എന്ന് ചോദിച്ചാൽ അതന്നെയാണ് എഴുതുക. മനസ്സിലാക്കുക. ഇനി എന്താണ് തൻവീൻ? എന്താണ് തൻവീൻ? എഴുത്തിലില്ലാത്തതും. എന്താണ് തൻവീൻ? എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. അടുത്തതാ, ത്വയ്റൻ അബാബീൽ. ത്വയ്റൻ അബാബീൽ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. കാരണം എന്ത്? ത്വയ്റൻ അബാബീൽ തൻവീനിന് ശേഷം ഇവിടെ എന്താ വന്നത്? ഹംസ വന്നു, ഹംസ വന്നു. അപ്പോൾ ഇവിടെ ഇൽഹാർ ചെയ്യാൻ കാരണം എന്താണ്? തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹംസ വന്നതുകൊണ്ടാണ് ആ തൻവീനിനെ ഇൽഹാർ ചെയ്തത്. മനസ്സിലാക്കി എഴുതുക. അതുപോലെ ഹംസക്ക് പകരം മറ്റക്ഷരങ്ങൾ വരാം, ഐന്, ഹ ഒക്കെ വരാം. മനസ്സിലാക്കുക. ഇനി അടുത്ത എന്താണ്? എന്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്? എന്താണ് ഉന്നത്ത്? തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അഥവാ ഉന്നത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മണിക്കൽ. അപ്പോൾ തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അടുത്തത്, സൂറത്തുൽ ഫാത്തിഹയിൽ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കേണ്ട 4 ഹർഫുകൾ നമ്മളതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് ഓതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഫുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹ, ഐന്, സോദ്, തോ, അഫ്, ദാല്, ഐന്, ലോ. അപ്പോൾ അതിന്ന് 4 ഹർഫുകൾ എഴുതാനാണ്. ഇനി ഖുർആൻ പാരായണത്തിന് മുമ്പ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ആദാബു തിലാവ, അതിൽ നിന്ന് 2 കാര്യങ്ങൾ എഴുതാനാണ്. മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കണം, വുളു ഉണ്ടായിരിക്കണം, കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം, മുസഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കണം, വസ്ത്രവും സ്ഥലവും വൃത്തിയായിരിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് 2 എഴുതിയാൽ മതി. മനസ്സിലാക്കാം. ഇനിയാ തജ്വീദ് നിയമങ്ങളിൽ നിന്ന് 4 എഴുതുക. നമ്മൾ 1ാമത്തെ പാഠത്തിൻ്റെ അവസാനത്തിൽ വരുന്നുണ്ട്. അത് അധിക എക്സാമിനും നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. തജ്വീദ് നിയമങ്ങളിൽ നിന്ന് 4. അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഹീം, തർക്കീക്ക്. അപ്പോൾ അതിൽ നിന്ന് 4 എഴുതി കൊടുക്കുക. 1ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്. ഇനി എന്താണ്? തൻവീനിനെ ഇൽഹാർ ചെയ്യണം എപ്പോൾ? തൻവീനിനെ ഇൽഹാർ ചെയ്യണം എപ്പോൾ? എപ്പോഴാണ്? തൻവീന് ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. തൻവീന് ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത് തൻവീന്, നൂന് എന്നിങ്ങനെ മാറി മാറി വരും. അപ്പോൾ നമ്മളവിടെ ഉത്തരത്തിൽ അവിടെ ആ
എന്താണോ ചോദ്യം വന്നത് അത് ചേർത്ത് എഴുതി കൊടുത്താൽ മതി. മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് ഈ പാഠബുക്കിൽ വന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ഇൽഹാർ, എന്താണ് ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ലാബ് ഒക്കെ മാച്ച് ചെയ്യാനൊക്കെ വരാം. ഇൽഹാർ വ്യക്തമാക്കുക, ഇദ്ഗാം ബിഉന്ന ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യുക, ഇദ്ഗാം ബിലാ ഉന്ന ഉന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക, ഇഖ്ലാബ് മീമാക്കി മണിച്ചോതുക, ഇഖ്ഫാ മറച്ചു മണിക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ, ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ, ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരങ്ങൾ ഒക്കെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അതിൽ നിന്നൊക്കെ അക്ഷരങ്ങൾ എഴുതാൻ വരും. പിന്നെ സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്ന ഈ ഹർഫുകൾ ഒന്ന് വന്നാൽ ആ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇവിടെ ഹൽക്കിൻ്റെ അക്ഷരങ്ങളെന്നും ഇൽഹാറിൻ്റെ അക്ഷരങ്ങളെന്നും രണ്ടും ഒന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ഇൽഹാർ എന്നാലൊക്കെ ചോദ്യം എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.